ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്ലോത്ത് പേപ്പറിന്റെ ലീക്കേജിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു 4 ആഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലോത്ത് പേപ്പറിനെ കുറിച്ചിട്ട്. അതെങ്ങനെ യൂസ് ചെയ്യണം, യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുഴപ്പമില്ലാത്ത വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല കുറച്ച് കമന്റ്സ് ഒക്കെ കിട്ടി, യൂസ്ഫുൾ ആയി എന്നൊക്കെ കമന്റ്സ് കിട്ടി. അപ്പോൾ അതറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ക്ലോത്ത് പേപ്പറിനെ കുറിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ. പക്ഷെ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടായിരുന്നു. ഈ ക്ലോത്ത് പേപ്പർ ഇട്ട കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ലീക്ക് ആവുന്നുണ്ടല്ലോ, എന്താ അതിന് കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ലീക്ക് ആവുന്നത്, ചിലപ്പം ഒരു ദിവസം പെട്ടെന്ന് തന്നെ 2-3 ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്, എന്താ അത് കാരണം എന്നൊക്കെ ചോദിച്ച് എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കുറേ റീസൺ എന്തൊക്കെയാണെന്നൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റിലോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പൊ നമ്മുടെ ഈ ക്ലോത്ത് പേപ്പർ ലീക്കേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ക്ലോത്ത് പേപ്പർ ലീക്ക് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മള് ന്യൂ ബോൺ മുതൽ ഒരു 3 years വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഡൈപ്പേഴ്സ് ഉണ്ട്. ഞാൻ അന്നത്തെ വീഡിയോയിൽ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഞാൻ മോൻ ഉപയോഗിച്ച് ഏതൊക്കെയാണ് എന്നൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ന്യൂ ബോൺ ടു 3 years വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഡൈപ്പർ ഒക്കെ ആവുമ്പോൾ നമുക്ക് അതിന്റെ സൈസിൽ പ്രശ്നം, നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഒക്കെ ഉണ്ടാവും അതിന്. ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കുമ്പോൾ, ചെറിയ വാവയ്ക്കൊക്കെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ലൂസായിട്ട് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഇതുപോലെയുള്ള ഒരു ഡയപ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ക്ലോത്ത് ഡയപ്പറാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് കണ്ട് ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്. ഇത് ന്യൂ ബോൺ ടു 3 years വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബേബി ഹഗിന്റെ ക്ലോത്ത് ഡയപ്പറാണ്. അപ്പം ഇത് നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടൺ അതൊക്കെ ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാമേ. അപ്പം ഇങ്ങനെ സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ലൂസ് ആയിരിക്കും. ലൂസ് ആവുന്ന സമയത്ത് സൈഡിലൂടെ യൂറിൻ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ ഒരു കാര്യം അതാണ് ലീക്ക് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം പറയുമ്പോൾ, നമ്മള് സാധാരണ ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കുമ്പം അത് കുട്ടികൾ ഇടിക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പമാണ്. കാരണം ഈ നമ്മുടെ പാൻ്റ് ഒക്കെ ഇടുന്നതിന് തൊട്ട് കുട്ടികൾക്ക് ഇടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഡയപ്പർ ആണെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു തരുമൊന്നുമില്ല. പിടിച്ചിരുത്തി, എനിക്ക് മോനൊക്കെ ആണെങ്കിൽ കുറേ പുറകെ ഓടിയിട്ട് പിടിച്ചിരുത്തിയിട്ട് ഒരുപാട് സമയം എടുക്കും ഇത് ഇട്ട് കൊടുക്കാനായിട്ട്, സമ്മതിക്കൂല. അപ്പൊ കുട്ടികൾ സമ്മതിക്കാണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിങ്ങനെ പിടിച്ചൊക്കെ വെച്ച് ഇടുമ്പോൾ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടല്ല ഇട്ടത് എങ്കിൽ, അതായത് ലൂസായിട്ടൊക്കെയാണ് ഇട്ടത് എങ്കിൽ അപ്പോഴും ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, സൈഡ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 2 തരത്തിലാണ് കേട്ടോ ലീക്കേജ് വരുന്നത്. ഒന്ന് സൈഡിലും വരും, പിന്നെ ഇതിന്റെ ബാക്കിൽ ഇതിലൂടെ വരും. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 2 സൈഡിലൂടെ ലീക്ക് ആവാനുള്ള കാരണം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പം ഒന്ന് സൈസിന്റെ കാര്യം, രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുത്തത് ശരിയല്ല എങ്കിൽ, അവര് സമ്മതിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പിടിച്ചൊക്കെ വെച്ചിടുന്ന സമയത്ത് ചിലപ്പം കറക്റ്റ് ആയിട്ടല്ല ഇട്ടത് എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ലൂസായിട്ടൊക്കെയാണ്, ഫിറ്റിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് പലതരത്തിലുള്ള ക്ലോത്ത് ഡയപ്പർ ഉണ്ടല്ലോ, പല ക്വാളിറ്റിയിലുള്ള ഡയപ്പർ ഉണ്ട്. അതായത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻസേർട്ട് കണ്ടോ, ഇതിന്റെ ഉപയോഗിക്കുന്ന ഇൻസേർട്ട് എന്ന് പറയുന്നത് ഒരു 3 ലെയർ വരുന്ന ഇൻസേർട്ടാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള, നല്ല കട്ടിയും ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഇൻസേർട്ടാണ് ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ബാക്കിൽ ഇത് ഇവിടെ വരെ ലെങ്ത് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലോണം യൂറിൻ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. കാരണം ലീക്ക് ആവാനുള്ള ചാൻസ് കുറയും, കാരണം ബാക്ക് വരെ അതിന്റെ ഒരു പാഡ് എത്തുന്നുണ്ട്. നേരെ മറിച്ച് ഞാൻ മോൻ ഉപയോഗിക്കുന്ന വേറൊരു ഡയപ്പറാണ് കേട്ടോ ഇത്. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് 3 year വരെ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു ചെറുതാണ്. ബട്ടൺസും കുറച്ച് കുറവൊക്കെ ഉണ്ട്.
അതുപോലെ തന്നെ അതിന്റെ ഇൻസേർട്ടും അതിന്റെ നേരത്തെ കാണിച്ചതിന്റെ അത്ര ലെങ്ത്തും ഇതിനില്ല, അത്ര കട്ടിയുമില്ല. 3 ലെയർ തന്നെയാണെങ്കിലും അത്ര കട്ടി വരുന്നില്ല, അത്ര ലെങ്ത്തും വരുന്നില്ല. അതിന്റെ ഒരു ഷേപ്പും നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യാസമാണ്. അപ്പൊ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ലെങ്ത് ശരിക്കിത് ഇവിടെ വരെ ഇവിടെ വരെ അതിന്റെ ലെങ്ത് വരുന്നുള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വരെയാണ് അതിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് ഇൻസേർട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിങ്ങനെ തന്നെ ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പം നമ്മുടെ ഇത് ലീക്കാവുക മെയിനായിട്ടും ഇവിടെയാണല്ലോ, ഈ ഭാഗത്താണ് ഇൻസെർട്ട് വരാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബാക്ക് വശത്തൂടെയാണ് യൂറിൻ ലീക്ക് ആവുക. അതിന് പകരം നമ്മൾ കുറച്ചും കൂടെ ഇത് ബാക്കിൽ വരെ എത്തുന്ന രീതിയിൽ, അതായത് ഫ്രണ്ടില് കുറച്ചിങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം നമുക്ക് ലീക്ക് ആവാതെ നോക്കാം. പിന്നെ ചില സമയത്ത് ഞാൻ ഇതിന്റെ ഉള്ളിൽ കോട്ടന്റെ തുണിയും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് തുണിയും കൂടെ വെച്ചു കൊടുക്കാറുണ്ട്. അത് പറഞ്ഞിട്ട് എപ്പോഴും ഇല്ല കേട്ടോ, ചില സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഴക്കാലത്തൊക്കെ നല്ലോണം കുട്ടികൾ യൂറിൻ പാസ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരിക. വേനൽക്കാലത്താകുമ്പോൾ അത്ര പ്രശ്നമില്ല, മോനാണെങ്കിൽ നന്നായിട്ട് വേർക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്ര പ്രശ്നമില്ല. വേനൽക്കാലത്ത് നമുക്ക് ഈ ഒരൊറ്റ ഇത് തന്നെ ചിലപ്പം മതിയാവാറുണ്ട്. പിന്നെ ഞാന് ന്യൂ ബോൺ ആയിട്ട്, അതായത് ഒരു 6 മന്ത് വരെയൊക്കെ, ന്യൂ ബോൺ ടു 6 മന്ത് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടുന്ന ടൈപ്പിലുള്ള ഒരു ക്ലോത്ത് ഡയപ്പറിന്റെ അതന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തീരെ ആ ഒരു 6 മന്ത് വരെയൊക്കെ എന്തുകൊണ്ടും നല്ലത് അത്തരത്തിലുള്ള ഡയപ്പറാണ്. അതിപ്പോ എന്റെ കയ്യിലില്ല. അന്നത്തെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് ഫിറ്റ് ആയിരിക്കും. 6 മന്ത് വരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, അന്ന് കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മെയിൻ ആയിട്ടും ഡയപ്പർ ലീക്ക് ആവുന്നത്. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലീക്കേജ് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാണ്, എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. നമ്മൾ വാങ്ങിയ സമയത്ത് അത് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ വാഷ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂറിൻ അബ്സോർബ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി കൂടുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അലക്കുന്ന സമയത്ത് ഈ ഡെറ്റോളൊന്നും മുക്കിയിട്ട് അലക്കാണ്ടിരിക്കുക. ചിലര് ഡെറ്റോളൊക്കെ മുക്കിയിട്ട് അലക്കും. ഡെറ്റോൾ മുക്കിയിട്ട് അലക്കുമ്പോൾ അത് പെട്ടെന്ന് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതും ലീക്കേജിന് ഒരു കാരണമാണ്. പിന്നെ വരുന്ന വേറൊരു കാരണം എന്ന് വെച്ചാൽ നമ്മള് അലക്കി കഴിഞ്ഞാല് നമ്മള് ഡ്രസ്സൊക്കെ സാധാരണ ഇങ്ങനെ പിഴിഞ്ഞെടുക്കൂലേ, ഭയങ്കരമായിട്ട് പിഴിഞ്ഞെടുക്കുമല്ലോ. അങ്ങനെ പിഴിഞ്ഞെടുത്താലും ഇതിന്റെ അബ്സോർബിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡയപ്പർ ലീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയപ്പർ ലീക്കേജ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മള് ഇൻസേർട്ട് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ വാങ്ങുമ്പോ അല്ലെങ്കിൽ ഡയപ്പർ തന്നെ വാങ്ങുകയാണെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻസേർട്ട് എങ്ങനെയുള്ളതെന്ന് നോക്കുക. അതിന്റെ എത്ര ലെയേഴ്സ് ഉണ്ട് നോക്കുക. 4 ലെയറും 5 ലെയേഴ്സും ഒക്കെയുള്ള ഡയപ്പേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഡയപ്പേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി കട്ടിയും കിട്ടും, അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ലെയേഴ്സ് കുറഞ്ഞിട്ടുള്ള ഇൻസേർട്ട് വാങ്ങാതെ നോക്കിയിട്ട് 4 ലെയർ 5 ലെയർ ഒക്കെയുള്ള ഇൻസേർട്ട് വാങ്ങുക. അപ്പം ഈ ലീക്കേജും തടയാനായിട്ട് പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ക്ലോത്ത് ഡയപ്പർ ലീക്ക് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഡിസ്പോസിബിൾ ഡയപ്പറിന്റെ അത്രയും ഒരു അബ്സോർബിങ് കപ്പാസിറ്റി നമ്മുടെ ക്ലോത്ത് ഡയപ്പറിന് കിട്ടൂല എന്നത് വേറൊരു കാര്യം. നമ്മൾ പൊതുവെ ഇത് ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ഡയപ്പർ റാഷസ് ഇല്ലാണ്ടാക്കാനും നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടൊക്കെയാണല്ലോ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയപ്പർ ലീക്കേജ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും